ഹലോ റസൽമേനിയാക്സ്, ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 9 റോയൽ എപ്പിസോഡിന് ശേഷം നമ്മളാരും അങ്കിൾ ഹൗഡിയെ കണ്ടിട്ടില്ല. അങ്കിൾ ഹൗഡി റോയൽ റംബിൾ റിട്ടേൺ ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷയെങ്കിലും നമ്മൾ നിരാശപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. അങ്കിൾ ഹൗഡി എവിടെ പോയി? ആ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് ഡിസംബർ 9 റോയൽ എപ്പിസോഡിൽ ഇഞ്ചുറി സംഭവിച്ചതിനാലാണ് ആ ഗ്രൂപ്പിനെ നമ്മൾക്ക് കാണാൻ കഴിയാത്തതെന്നാണ് നമുക്ക് കിട്ടിയിരുന്ന റിപ്പോർട്ട്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും സ്മാക്ക് ഡൗണിലേക്ക് മൂവ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും ഇതുവരെ അവരൊരു ഡെബ്യൂ നടത്താനായിട്ട് ബാക്കിയിരിപ്പുണ്ട്. എന്നാലോ ഫൈനൽ ടെസ്റ്റ്മെൻറ്റിലെ AOPയെയും പോൾ എറിങ്ങിനെയും കഴിഞ്ഞ ദിവസം WWE റിലീസ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഫൈനൽ ടെസ്റ്റ്മെൻറ്റിന് വൈറ്റ് സിക്സിന് മേൽ വിജയം കൊടുത്തു എന്നുള്ളത് നമുക്ക് അതുവരായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടില്ല. വൈറ്റ് സിക്സിലെ അങ്കിൾ ഹൗഡിക്ക് നല്ല മൊമെൻറ്റം വേണ്ടുള്ള സമയത്തായിരുന്നു ഇങ്ങനൊരു മാച്ചിന് ലൂസ് ചെയ്യാനായിട്ട് WWE ക്രിയേറ്റീവ് തീരുമാനിച്ചിരുന്നത്. എന്താണ് അതിൻ്റെ റീസൺ എന്ന് ഇപ്പോഴും നമുക്ക് പിടികിട്ടിയിട്ടില്ല. ചിലപ്പോൾ അങ്കിൾ ഹൗഡിയും കാരിയൻ ക്രോസും തമ്മിലുള്ള ഒരു 1-on-1 മാച്ചിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആയിരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ റോയൽ റംബിളിൽ അങ്കിൾ ഹൗഡി റിട്ടേൺ ചെയ്യാതിരുന്നത് എല്ലാ ഫാൻസിനും ഒരു കൺസേൺ വരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതാ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് വൈറ്റ് സിക്സിലെ ആ ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത് അങ്കിൾ ഹൗഡിക്ക് തന്നെയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ റസൽമേനിയ വരെ നമുക്ക് അങ്കിൾ ഹൗഡിയെ കാണാൻ പറ്റില്ല എന്നാണ് റിപ്പോർട്ടുകൾ വഴി നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ അലക്സ ബ്ലിസ് റിട്ടേൺ ചെയ്തതുകൊണ്ട് അലക്സ ബ്ലിസ് ആയിരിക്കും പുതിയ വൈറ്റ് സിക്സിൻ്റെ ലീഡർ എന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അലക്സ ബ്ലിസ് റോയൽ റംബിളിൽ റിട്ടേൺ ചെയ്തപ്പോൾ ഫ്രണ്ട് ഫോർ ലൈഫ് അതിനകത്ത് ഫീൻഡ് എന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ഫീൻഡിൻ്റെ വൈറ്റ് സിക്സ് മെമ്പറിലെ ആദ്യത്തെ ആളായിരുന്നു അലക്സ ബ്ലിസ്. ഫീൻഡ് ആയിരുന്നു ആദ്യം വൈറ്റ് സിക്സ് എന്ന ഗ്രൂപ്പ് ഫോം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ബ്രേ വൈറ്റിൻ്റെ അകാല മരണത്തിൽ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് സ്വന്തം അനിയനായിട്ടുള്ള ബോ ഡാലസ് വൈറ്റ് സിക്സ് എന്ന ബ്രേ വൈറ്റിൻ്റെ അൺഅക്കോംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഡ്രീം സഫലീകരിക്കാനായിട്ട് WWE തിരിച്ചു വന്നത്. അലക്സ ബ്ലിസിൻ്റെ സ്മാക്ക് ഡൗണിലെ ഫസ്റ്റ് മാച്ചിൽ അലക്സ ബ്ലിസ് ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വൈറ്റ് സിക്സ് ട്വിറ്ററിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. അതിൽ ഷീ എന്ന് മാത്രമാണ് മെൻഷൻ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അവർ ഇട്ടിരുന്ന QR കോഡിലും ഒരു ക്രിപ്റ്റിക് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വൈറ്റ് സിക്സിലെ പുതിയ മെമ്പറും അതുപോലെ തന്നെ വൈറ്റ് സിക്സിൻ്റെ പുതിയ ലീഡറും അലക്സ ബ്ലിസ് ആയിരിക്കും എന്നുള്ള കാരണമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതേപോലുള്ള WWE അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക.